എടാ ദിസ് ഈസ് ഇതിൻ. എടാ ഞാൻ ടീച്ച് യു എ ലെസൺ എന്ന് പറഞ്ഞിട്ടൊരു കൊറിയൻ സീരീസ് ഉണ്ട്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ നിന്നായിരുന്നു. സോ ഇന്നലെയെങ്കിലും ഇത് തീർക്കണമെന്ന് വിചാരിച്ചാണ്, പറ്റിയില്ല. ഇപ്പോഴാണ് തീർത്തത്. തീർത്ത് കയ്യോടെ തന്നെ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. സോ എനിക്കിത് ഭയങ്കരമായിട്ട് ഈ സീരീസ് വർക്കായി. കാരണം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് ഇറങ്ങി കുറച്ച് ദിവസമായി. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഇതിനകത്ത് പറയണതെന്ന് വെച്ചാൽ കുറേ തലതെറിച്ച പിള്ളേർ അവരെ നേരെയാക്കാൻ വരുന്ന എഡ്യൂക്കേഷൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ബ്യൂറോ ERPB എന്ന് പറയുന്ന ഒരു ടീം എഡ്യൂക്കേഷൻ സിസ്റ്റവും അതിൻ്റെ ബാക്കിൽ നടക്കുന്ന കൈൻഡ് ഓഫ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകണത്. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇവർ ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പിള്ളേർ ടീച്ചേഴ്സ് ആ ഒരു ചുറ്റുപാടിൽ നിൽക്കണില്ല. സോ എന്ന് വെച്ചാൽ ഇവർ പല പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ബോയ്സ് സ്കൂളാവട്ടെ, ഗേൾസ് സ്കൂളാവട്ടെ, ഇപ്പോൾ കൊച്ചു പിള്ളേരേതാവട്ടെ, ഈ പറഞ്ഞ പോലെ പടി എന്ന് പറഞ്ഞ് ഇടവും വലവും തിരിയാൻ സമ്മതിക്കാത്ത കൈൻഡ് ഓഫ് പാരൻസ്, പിന്നെ കാശിൻ്റെ കഴപ്പുള്ള കുറേ ടീംസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കൈൻഡ് ഓഫ് ഇൻസിഡൻസ്, പിന്നെ വന്നിട്ട് ഓൺലൈൻ ഗാംബ്ലിങ്, അത് കാരണം പൈസ തൊലയ്ക്കണ വീട്ടുകാരുടെയും പൈസ തൊലച്ച് അവർക്ക് അപമാനവും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം, അങ്ങനെ ഇൻസിഡൻസ്, പിന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ഡ്രഗ്സ് പരിപാടി, അങ്ങനെ പല പല കാര്യങ്ങൾ ഇത് സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ വെൽ കണക്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മറവിൽ എന്തൊക്കെ തൊട്ടിത്തരങ്ങൾ കാണിക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ട്. അതും ഇതിലെ ചില ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കവിളി മടൽ വെട്ടിയടിക്കാൻ തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചോറി ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ അതുപോലെയാണ്. ലൈക്ക് ഇപ്പോൾ റാഗിങ് ആവട്ടെ, അല്ലാതെ ബുള്ളിങ് ആവട്ടെ, എന്തായാലും ഈവൻ മർഡർ വരെയുള്ള ഒരു പരിപാടിയായിട്ട് സത്യം വച്ചടിച്ചു കൊടുക്കാൻ തോന്നും. ഇതിപ്പം ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഞാനങ്ങ് ഇന്നായി. അതിൽ തന്നെ ലൈക്ക് ഒരു കിടിലം BGM ഇട്ടുകൊണ്ട് ഇതിലെ നായകൻ വരും. അപ്പോൾ തന്നെ എന്ത് കിടില ഇൻട്രോ ആയിരുന്നു അത്. എനിക്ക് ഭയങ്കര രീതിയിൽ വർക്കായി. എനിക്ക് ഈ കൊമേഴ്ഷ്യലൈസ് ചെയ്തുള്ള ഒരു ആക്ഷൻ സ്റ്റഫൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതൊക്കെ നല്ല കിടിലം ഫൈറ്റ് തന്നെ ഇതിനകത്ത് കൊറിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും എല്ലാവരും കൊള്ളാം. അതുമാത്രമല്ല ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ട് നൈസാണ്. എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ തൊട്ടിത്തരങ്ങളും താഴ്ത്തരങ്ങളും കാണിക്കാൻ പറ്റുമോ അതെല്ലാം ഈ പടത്തിനകത്ത് അതെല്ലാം ഈ സീരീസിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകണുണ്ട് തന്നെ. ഇതിപ്പോൾ ഈ സീരീസ് വന്നിട്ട് കുറച്ച് ദിവസമായി. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 10 എപ്പിസോഡ്സാണ് ഉള്ളത്. മാത്രമല്ല ഇതിനകത്ത് ചില സീനുകളുണ്ട്, അതായത് ടീച്ചേഴ്സിനെ വിടാതെ ശല്യം ചെയ്യണം. എൻ്റെ മോൻ അങ്ങനെ ചെയ്തു, എൻ്റെ മോൻ ഇങ്ങനെ ചെയ്തു, എൻ്റെ മോൻ അങ്ങനെ പറയാൻ പാടില്ല, എങ്ങനെ ചെയ്യാൻ പാടില്ല, അതാണ് ഇതാണെന്ന് വെച്ചാൽ വച്ചടിച്ചു കൊടുക്കാന്നൊന്നും. വീട്ടുകാർ ചെയ്യേണ്ട കാര്യം ടീച്ചേഴ്സിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുക. അതേപോലെ തന്നെ കാശിൻ്റെ കഴപ്പിൻ്റെ പേരിൽ ഈ പറഞ്ഞതുപോലെ എൻ്റെ മക്കൾക്ക് അങ്ങനെയാണ്, എൻ്റെ മക്കൾക്ക് ഇങ്ങനെയാണ്, അവിടെ രാജാവിനെ പോലെ നടക്കണം, അങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറേ സീൻസുകൾ. പിന്നെ അത് മാത്രമല്ല എനിക്കിഷ്ടപ്പെട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് രീതിയിലാണോ പണി കൊടുത്തത് അതേ രീതിയിൽ തന്നെ അവരും തിരിച്ച് അത് അനുഭവിക്കണം കാണുമ്പോൾ എന്ന് വെച്ചാൽ ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷനാണ്. മറ്റേ സ്പൈഡറിൽ SJ സൂര്യ അടിക്കുമ്പോൾ ആ ഒരു ഫീൽ എന്ന് വെച്ചാൽ അത്ര ഒരു വെൽ എൻഗേജ്ഡ് ആയിട്ടുള്ള സാധനമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ വേറെ പരിപാടികളൊക്കെ എനിക്കും വേറെ സിനിമകൾ കാണണമെന്നുള്ളതുകൊണ്ടാണ് ഇത് ഒറ്റയിരിപ്പിൽ കണ്ടു തീർക്കാൻ പറ്റാത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ 4 ദിവസം എന്നുള്ളത് 2 ദിവസത്തിനകത്തൊക്കെ തീർന്നു പോയാൽ. സോ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. കൊറിയൻ സീരീസ് ഇഷ്ടപ്പെടുന്നവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ടീച്ച് യു എ ലെസൺ.